ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള അപ്കമിങ് ടാലൻറ്റ്, ഒരുപാട് നല്ല സിനിമകളിലൂടെ, നല്ല ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൊവിനോ തോമസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഹലോ ടൊവിനോ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ്. 2016 വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇയർ ആണ്. ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ. മൊത്തത്തിൽ സന്തോഷമാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഫാമിലി ആണെങ്കിലും എന്താ പറയുക, സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷമാണ്. പിന്നെ ഇനി റിലീസസ് ഉണ്ട്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമകളാണ് ഞാൻ ഈ വർഷം ചെയ്യുന്നത്. മുമ്പ് ഞാൻ എനിക്കുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകളും മാത്രം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതെല്ലാ കാലം ഉണ്ടാവും എന്നുള്ളതും എനിക്ക് പറയാറില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഹാപ്പിയാണ്. ഗപ്പി സിനിമയോടനുബന്ധിച്ചാണ് ഇന്ന് എന്നോടൊപ്പം എത്തിയിരിക്കുന്നത്. ആ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? ഗപ്പി സിനിമയിൽ തേജസ് വർക്കി എന്ന് പറയുന്ന ഒരു റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ ഒരു എഞ്ചിനീയറാണ് ക്യാരക്ടർ. ഇപ്പോൾ പടം തുടങ്ങി പടത്തിൻ്റെ ഒരു പോയിന്റിലാണ് ഇയാൾ എൻട്രി ചെയ്യുന്നത്. ഇതിൽ നായക കഥാപാത്രം ചെയ്യുന്നത് ചേതനാണ്. ഗപ്പി എന്നുള്ള ടൈറ്റിൽ റോൾ ചെയ്യുന്നത്. ഈ ചേതൻ്റെ നാട്ടിലേക്ക് വരുന്ന ഒരു എഞ്ചിനീയറും പിന്നെ ഞങ്ങൾ തമ്മിലുണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റും അതിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര റഫായിട്ടുള്ള ലുക്കാണ്. അത് അങ്ങനെ റഫ്. ഒന്നാമത് ഇയാളൊരു 40s നിൽക്കുന്ന ആളാണ്. 40 അടുത്ത് പ്രായമുള്ള ഒരാളാണ്. പിന്നെ ഇയാൾക്കൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി സിനിമയിൽ പറയുന്നുണ്ട്, അതൊരു പോയിന്റിൽ പറയുന്നുണ്ട്. അല്ലാതെ ഇയാൾ കുറച്ച് മിസ്റ്റീരിയസ് ആണ്. പിന്നെ ആ നാട്ടിൽ ഇങ്ങനത്തെ ഒരാൾ അതിനു മുമ്പ് വന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, അങ്ങനത്തെ ഒരാളാണ് ഇയാൾ. ഒരു ട്രാവലറാണ്. അങ്ങനത്തെ ഒരു എന്താ പറയുക, ചെറിയ വട്ടുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അതിന് ആ ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിരുന്നു. ഞാനൊരു 5 മാസം 7 മാസം ഞാൻ ആ താടി കൊണ്ടുവരുന്നിട്ടുണ്ട്. ഒരു 5 മാസം വളർത്താനും പിന്നെ 2 മാസം ഷൂട്ടിങ്ങിനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ലുക്കിൽ വ്യത്യാസം കൊണ്ടുവരാറുണ്ട്. ഒരുപാട് ഇപ്പം എന്താ പറയാ, അമീർ ഖാന്റെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മുടെ ടൊവിനോയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ട്രോൾസ് ആക്ച്വലി പൊതുവെ എല്ലാരെയും കൊല്ലാനാണ് ഉപയോഗിക്കാറ്. എനിക്കൊന്ന് ടൊവിനോ ഭയങ്കര ഭാഗ്യമുണ്ട് ആ കാര്യത്തിൽ. വളർത്താൻ വേണ്ടിയിട്ട് വളർത്തുക എന്നുള്ളത് വളരെ റെയറായിട്ട് നടക്കുന്ന അല്ല. സംഭവം എന്താ വെച്ചാല് ഇപ്പൊ ഈ ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ ആവാനായിട്ടുള്ള ആദ്യത്തെ ഒരു പരിശ്രമം എന്ന് പറഞ്ഞാൽ രൂപം കൊണ്ട് ആ ക്യാരക്ടറായി മാറുക എന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പകുതി ജോലി ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം അപ്പോൾ പിന്നെ ആ ക്യാരക്ടറിനെ പോലെ ആവാനായിട്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് രൂപം കൊണ്ട് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ. അപ്പൊ എന്റെ കംഫർട്ടിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്, അല്ലാതെ ആരെയും ബോധിപ്പിക്കാനോ പേരെടുക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ പല ആക്ടേഴ്സും ഇന്റർനാഷണൽ ആക്ടേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറിനും ഓരോ സ്മെല്ല് നിശ്ചയിക്കുന്ന അങ്ങനത്തെ ആക്ടേഴ്സ് വരുന്നുണ്ട്. ഓരോ ക്യാരക്ടറിനും ഓരോ സ്മെല്ല്. അതായത് ഇന്ന ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഈ ഡിയോഡ്രന്റ് അല്ലെങ്കിൽ ഈ പെർഫ്യൂം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് ആ ഒരു സ്മെല്ല് കൊണ്ട് അയാൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മാറ്റം, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതൊന്നുമല്ല. ഞാൻ ഒരു ക്യാരക്ടറായി മാറാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ക്യാരക്ടറിന്റെ രൂപം കൊണ്ട് മാറുക എന്നുള്ളതാണ്. പിന്നെ ഒരു 2-3 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ക്യാരക്ടറിലേക്ക് കയറാൻ 2-3 ദിവസം എടുക്കാറുണ്ട്. അതുകൊണ്ട് ഡയറക്ടേഴ്സ് എപ്പോഴും ചെയ്യുന്നത് ആദ്യത്തെ 2-3 ദിവസം കുറച്ച് ലൈറ്റർ സീൻസ് വന്നിട്ട് പിന്നെ അതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സ്മൂത്ത് ആണ്. പിന്നെ ഈ ട്രോളുകളുടെ ഒക്കെ കാര്യം, ട്രോളുകൾ നല്ലതാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരാളെ നല്ലത് പറയാം, പക്ഷെ ഒരുപാട് നല്ലത് പറയുമ്പോൾ ഹേറ്റേഴ്സ് ഉണ്ടാവും. അധികമൊന്നും പറയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു കരിയറിലാണെങ്കിലും എല്ലാത്തിലും ഞാനൊരു ലോ പ്രൊഫൈലൊക്കെ കീപ്പ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് നടക്കുന്ന ആളല്ല. ഞാൻ മിതമായിട്ട് മാത്രം ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്. പലപ്പോഴും ഒരു ഫോട്ടോസ് ഇടുക എന്നല്ലാതെ വലിയ കാര്യങ്ങളിലേക്കൊന്നും ഇല്ല. വലിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകാറില്ല. പിന്നെ എന്തെങ്കിലും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിക്കേണ്ടത് ഫേസ്ബുക്കിലല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഒരുപാട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ എനിക്ക് അതും താല്പര്യമില്ല. ഒരുപാട് നല്ലത് കേൾക്കുമ്പോൾ പേടിയാണ്. ഇനിയിപ്പോൾ ഹേറ്റേഴ്സ് വന്നു, എനിക്ക്
ഹേറ്റേഴ്സ് ഇല്ലാതിരുന്നാ മതി. ഒരുപാട് ഇഷ്ടമുള്ളവർ ഉണ്ടോ ഇല്ലെന്നോ ഇപ്പോ ഒന്നും ഇല്ലാതിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഹേറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ എന്തൊരു വിഷമമാണ്. മൂവിയിലോ അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമാണ്, നമുക്ക് ഭയങ്കര കെയർഫുൾ ആയിരിക്കും. നമ്മൾ എന്ത് പറയുമ്പോഴോ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ എന്താണ് പ്രശ്നം, അങ്ങനെ ഒരു ഇല്ല. ഞാനാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ശരിക്കും പറഞ്ഞാൽ അത്രയും ബോധേഡ് അല്ല. ഞാനൊരു വെറും സാധാരണക്കാരനാണ്. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെ ജീവിക്കുന്നതിലാണ് ഞാനൊരു കംഫർട്ട് കണ്ടെത്തുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ആൾക്കാരുടെ കൂടെ നിന്നാലേ എനിക്ക് എന്താ പറയുക ഒരു സമാധാനമുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്തു. ഇപ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ക്യാരവൻ്റെ അകത്ത് എനിക്ക് പറ്റില്ല. എനിക്കത് ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഗ്രൂപ്പിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ കൂടെ ഉള്ളപ്പോൾ. അതുപോലെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് ഒരു ക്രൗഡിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ പിന്നെ ഈ ഒരു സിനിമയും അങ്ങനെയുള്ള പല കാര്യങ്ങളും മുന്നിൽ കണ്ടിട്ടാണ് ഞാനൊരു എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള് എപ്പോഴാണ് സിനിമ പോലെയുള്ളൊരു എന്താ പറയുക ഒട്ടും ഇൻട്രോവേർട്ടായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത എപ്പോഴും എന്താ പറയുക ക്രൗഡിനിടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരുന്നൊരു പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട്, അതും ചെറിയ ഇഷ്ടമൊന്നുമല്ല, നല്ല കഷ്ടപ്പെട്ട് പഠിച്ച ബിടെക് ഡിഗ്രി കഴിഞ്ഞ് കിട്ടിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി, അതും CTSൽ, അതൊക്കെ വേണ്ടാന്ന് വെച്ച് സിനിമയിലേക്ക് വരാനൊരു തോന്നൽ, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു റിസ്ക് ആണ്. ആ റിസ്ക് എടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ എല്ലാവരെയും മോഹിപ്പിക്കുന്നുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും സിനിമയോടൊരു ഇഷ്ടമുണ്ട്. സിനിമാ നടന്മാർക്കും സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ചിലപ്പോഴൊക്കെ അവർ അർഹിക്കുന്നതിനേക്കാളും ഒരു പ്രാധാന്യവും സ്നേഹവും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ എന്ന് പറയുന്നതിന് എന്തോ ഒരു മാജിക് ഉണ്ട് അതിന്. അതുപോലെ സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അത് ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോയിട്ടാണ് ഞാൻ ആദ്യം ഇതൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ സിനിമയുടെ അകത്തെത്തിയപ്പോൾ അതിനേക്കാളും ഞാൻ കണ്ടത് ഒരു ഐസ്ബർഗിന്റെ മോൾഭാഗം മാത്രമാണ്. ഒരുപാട് ജോലികളുണ്ട്. പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നുള്ള സാധനങ്ങൾ നമ്മൾ അറിയുന്നില്ല ഷൂട്ടിംഗ് കാണാൻ പോകുമ്പോൾ. ജസ്റ്റ് ഈ പ്രൊഡക്ഷൻ്റെ സമയത്തുള്ള മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ സിനിമയോട് ഭയങ്കരമായിട്ടുള്ള ഇപ്പം എനിക്ക് ഓരോ സിനിമ കഴിയുമ്പോഴും എനിക്ക് സിനിമയോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഈ ഷൂട്ടിംഗ് കണ്ടാണ് സിനിമകളോടുള്ള ഇഷ്ടം തുടങ്ങിയെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കണ്ട ആ ഷൂട്ടിംഗ് ഏത് ലൊക്കേഷനിലേക്കാണ് പോയെന്ന് ഓർമ്മയുണ്ടോ? ഞാനേ കുറെ ഉണ്ട് എന്റെ വീടിന്റെ അവിടെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഹരം കൊള്ളിച്ച അങ്ങനെയല്ല. ഞാൻ ഒരു സിനിമയായിട്ടല്ല, ഞാൻ കുറെ സിനിമയുണ്ട്. ഇപ്പോൾ എന്റെ വീട് ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ഷൂട്ടിംഗ് നടക്കുന്നതാണ്. പ്രത്യേകിച്ച് ക്രൈസ്റ്റ് കോളേജ്, അതൊക്കെ ക്രൈസ്റ്റ് കോളേജ് ഉള്ളതുകൊണ്ട് പല സിനിമകളും ക്യാമ്പസ് മൂവീസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഏതാണ് ആദ്യം പോയി കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഓർഡറിലൊന്നും ഓർമ്മയില്ല. പക്ഷെ കുറേ സിനിമകളുടെ ഞാൻ ഷൂട്ടിംഗ് കാണാനായിട്ട് അവിടെ പോയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നടന്മാരെ കാണുക, അവരുടെ ഇപ്പം ഞാൻ ഈ ഒരു ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, ഈ സിനിമ മാസികകൾ, ഇതൊക്കെ വായിച്ചിട്ട് ഇവരുടെ എങ്ങനെയായിരിക്കും ഇവർ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന വ്യക്തികളുടെ റിയൽ ലൈഫിൽ അവരുടെ എന്തൊക്കെയായിരിക്കും. അതുപോലെ ഞാൻ കോഗ്നിസനിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ വിക്കിപീഡിയയിൽ ഓരോരുത്തരുടെയും ഇപ്പം മലയാളം മാത്രമല്ല വിക്കിപീഡിയയിൽ ഇപ്പോൾ ഓരോ ഇന്റർനാഷണൽ ആക്ടേഴ്സിൻ്റെ ഒക്കെ അവരെങ്ങനെ സിനിമയിലേക്ക് വന്നത്, അവരുടെ മുമ്പത്തെ പ്രൊഫഷൻ എന്തായിരുന്നു, അവർ ഭയങ്കര എക്സ്പീരിയൻസസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഓരോ ആക്ടേഴ്സിൻ്റെ ഞാനത് എന്താണെന്ന് എടുത്ത് പറയുന്നില്ല, പക്ഷേ ഈ മാർക്ക് വാൾബർഗിൻ്റെയും സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ ഒക്കെ വെറുതെ വിക്കിപീഡിയ പേജ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇവർ സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്കിതൊക്കെ അറിയാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു എക്സ്ട്രോവേർട്ട് ആവാനുള്ള ഭയങ്കരമായിട്ടുള്ള ശ്രമം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, എല്ലാവരോടും ഭയങ്കരമായിട്ട് സംസാരിക്കുക, പക്ഷേ ഇടയ്ക്ക് എൻ്റെ ഉള്ളിലായി ഒരു ഇൻട്രോവേർട്ട് ഇങ്ങനെ പോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്കൊരു ക്രൗഡിനകത്ത് ഒറ്റയ്ക്ക് പോയി നിന്നാൽ എനിക്ക് പ്രശ്നമാണ്. ഞാൻ ഭയങ്കര ഷൈ ആയി പോവും, ഞാൻ ഭയങ്കര സീരിയസ് ആയി പോവും ചിലപ്പോൾ. അങ്ങനെയൊക്കെ. ഇപ്പൊ എന്നിട്ട് കോഗ്നിസനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണോ ഫസ്റ്റ് മൂവിയിൽ അഭിനയിക്കുന്നത്? ഞാൻ കോഗ്നിസനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്ത് വന്നത്. പിന്നെ അത് ഞാനല്ല, വേറെ ആൾക്കാരാണ് സിനിമ ചെയ്തത്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. പക്ഷെ അങ്ങനെ എന്തായാലും ഇറങ്ങി, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. അതിൻ്റെ ആ സിനിമ നടന്നില്ല, അല്ലെങ്കിൽ ആ സിനിമയിൽ ഞാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കിങ്ങനെ തിരിച്ച് കോഗ്നിസനിൽ പോയി പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എന്തായാലും ഇറങ്ങി. അപ്പൊ ആ സിനിമ ഇല്ലെങ്കിലും ഞാൻ ഇറങ്ങുമായിരുന്നേനെ. പക്ഷെ ഇതിപ്പോ ഒരു റീസൺ ആയി. അങ്ങനെ ഇറങ്ങി ചാൻസ് അന്വേഷിച്ച് നടന്നു, കുറെ നടന്നു.
അപ്പോൾ കോക്കനീസിന്റെ ഇറങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് സിനിമയിലൊക്കെ കയറാൻ പറ്റുന്നത്. ഓക്കെ. എന്നാലും ഞാൻ പല രീതിയിലും ഭാഗ്യവാനാണെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്നെക്കാളും കഴിവുള്ള, എന്നെക്കാളും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള പലരെക്കാളും എനിക്ക് ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമ എപ്പോഴും ഭാഗ്യമാണ്, ടാലന്റും മാത്രമല്ല ഭാഗ്യമുണ്ട്. അതേപോലെ തന്നെ ആ ഭാഗ്യം സംഭവിക്കാനുള്ള ഒരു സമയവും കൂടെ വേണം. സത്യം. നമ്മുടെ നാട് നമ്മുടെ ഓഡിയൻസ് കേൾക്കുന്നുണ്ടാവില്ല, നമ്മളിവിടെ സത്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഞാൻ ABCDയിലൂടെയാണ് ടൊവിനോ ഐഡന്റിഫൈ ചെയ്തത്. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, പ്രഭുവിന്റെ മക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ABCD തൊട്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയാം. ആ വർഷം കുറച്ച് സിനിമകൾ ചെയ്തു, പിന്നെ ചെയ്തു, ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തു, നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ABCDയേക്കാളും എനിക്ക് തോന്നുന്നു ABCD എന്ന് പറയുന്ന സിനിമയിൽ എന്നെ ആൾക്കാർ അറിഞ്ഞു, പക്ഷെ അത് മാത്രം പോരായിരുന്നു. എന്ന് നിന്റെ മൊയ്തീൻ പോലൊരു സിനിമ വന്നപ്പോഴാണ് ആസ് എൻ ആക്ടർ ഒരു റെക്കഗ്നീഷൻ കിട്ടിയത്. അതിന് മുമ്പത്തെ സിനിമകളിൽ ഒരു ചെറിയ വിഭാഗം ഈ സിനിമ കാണുന്നു, ഒരു ചെറിയ വിഭാഗം ആ സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തം കേരളം കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയെടുത്ത് മനസ്സിലാക്കി, പേര് പറഞ്ഞാലും കണ്ടാലും ഒക്കെ അറിയാം. അത് ഓരോ സ്റ്റേജസ് ആണല്ലോ. ആദ്യം കണ്ടാൽ അറിയാവുന്ന നടൻ, പിന്നെ പേര് പറഞ്ഞാൽ അറിയാവുന്ന നടൻ എന്നുള്ള സ്റ്റേജിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇൻഡസ്ട്രിയുടെ ഭാഗമായി എന്ന് നമുക്ക് തന്നെ ഒന്ന് ഉറപ്പിക്കാനൊക്കെ പറ്റുന്നത്. അതൊക്കെ എല്ലാവരുടെ സിനിമയിലും ഈ പറഞ്ഞതുപോലെ ഉള്ളൊരു വഴിത്തിരിവാണ് ഇപ്പം ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. അത് പക്ഷെ ഇന്നത്തെ മൊയ്തീനിലേക്ക് ഞാൻ എത്തുന്നതിന്, അതായത് ഇപ്പോൾ ഒരു സിനിമയും ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കാണുന്നില്ല. ഒരു സിനിമ തിയേറ്ററിൽ എങ്ങനെ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളത് അത് എനിക്ക് വിഷയമല്ല. ഒന്നാമത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ അതിൽ അഭിനയിക്കുന്ന സമയത്തുള്ള എൻ്റെ മാനസികാവസ്ഥയും എനിക്ക് ഉണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും അനുഭവങ്ങളുമാണ് പ്രധാനമായിട്ടും. രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ ഇപ്പോൾ 7th Day എന്ന് പറയുന്ന സിനിമയിലേക്ക് ഞാൻ വരാൻ കാരണം കൂതറ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. 7th Day എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടാണ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലേക്ക് എന്നെ ശ്രീ പൃഥ്വിരാജ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്ന ഒന്നും വെറുതെ അല്ല. ചെയ്യുന്ന ഒരു സിനിമയും ഇമ്പോർട്ടൻ്റ് അല്ലാതില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തിയേറ്ററിൽ നന്നായി പോയ സിനിമകളാണെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകളാണെങ്കിലും അത് എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതും എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റുമാണ്. ഓരോന്നിലേക്കുള്ള വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു, എല്ലാം അങ്ങനെയായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കോട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടിയിട്ട് റിസൈൻ ചെയ്ത് വന്നിട്ട് പിന്നെ അതിൽ ഞാനില്ല എന്നറിഞ്ഞ മൊമെന്റിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ലോകം അവസാനിക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവില്ലായിരുന്നു വരിക. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കോട്ട് ഈ ഇടയ്ക്ക് ഞാൻ കേട്ടതാണ്, എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നതാണ്, എവറിത്തിങ് വിൽ ബി ഫൈൻ ഇൻ ദ എൻഡ്, ഇഫ് എവറിത്തിങ് ഈസ് നോട്ട് ഫൈൻ ദാറ്റ്സ് നോട്ട് ദ എൻഡ്. അത് അങ്ങനെ വിശ്വസിക്കാനാണ് എളുപ്പം. ഇപ്പോൾ നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു. ഫ്രണ്ട്ഷിപ്പ് ഒരു പരിധി വരെ സഹായിച്ചിട്ടില്ലേ നല്ല നല്ല സിനിമകളിലേക്കുള്ള? ഫ്രണ്ട്ഷിപ്പ് ഒരു പരിധി വരെ അല്ല, ഇപ്പോൾ വലിയ പരിധി വരെ ഫ്രണ്ട്സും ഫാമിലിയും ആണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ സിനിമയിൽ ചാൻസ് അന്വേഷണം നടക്കുമ്പോൾ ഇന്ന് സ്നേഹം കാണിക്കുന്ന പലരും അന്നും നമുക്കൊരു ചായ പോലും വാങ്ങി തന്നിട്ടില്ല. അപ്പോൾ അതിന് പക്ഷെ ഒരു പരാതിയില്ല. കാര്യം എനിക്ക് ചായ വാങ്ങി കുടിക്കാനുള്ളത് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അപ്പോൾ അടുത്ത സുഹൃത്തുക്കളും ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തായിരുന്ന ഇപ്പം എൻ്റെ ഭാര്യയായിട്ടുള്ള ലിഡിയ അടക്കമുള്ള എല്ലാവരും. എത്ര കാലമായി ലോങ് ടൈം എന്ന് പറയുന്നത്? ഞങ്ങളൊരു 10 കൊല്ലം പ്രേമിച്ചതാണ്. പ്ലസ് 1 മുതൽ ഞാൻ പറഞ്ഞ അന്ന് മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ LKG മുതലുണ്ടായിരുന്നുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങളിപ്പോഴും മീറ്റപ്പ് ചെയ്യുന്നതാണ്. ഒരു ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാനൊരു സിനിമയിൽ ചാൻസ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഞാൻ സിനിമയിൽ ഒന്നുമല്ലായിരുന്നു. ഞാൻ സിനിമയിൽ മുഖം കാണിച്ചിട്ട് പോലുമില്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ പോലും അല്ലാത്ത സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് എൻ്റെ ചേട്ടനും എൻ്റെ 2 കസിൻസും ഞാനും കൂടെ ഇരിക്കുമ്പോഴാണ്. പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയുടെ അടുത്താണ് പിന്നെ പറയുന്നത്. എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ട് റിപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഓക്കെ ശരിയാണ്, അവർ പറയുന്നതിൽ കാര്യമുണ്ട്, എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോയേനെ. പക്ഷെ പറഞ്ഞപ്പോൾ അവർ എന്നെ വളരെ പോസിറ്റീവായിട്ട് ഇതെന്താ ശ്രമിച്ചൂടെ എന്നുള്ള കാര്യത്തിൽ പറയുമ്പോഴാണ് എനിക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടിയത്. ഇപ്പോൾ ഞാൻ സിനിമയിൽ ഒന്നുമല്ലാതെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്,
ഞാനാണെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ അഭിനയമൊക്കെ ഒന്നിലും കാണിച്ചിട്ടില്ല. ഞാൻ ആകെ അഭിനയിച്ചിരിക്കുന്ന ഒരു നാടകം എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ ആയിരുന്നു. ഞാൻ വളരെ മോശമായിട്ട് അഭിനയിച്ചിട്ട്. അപ്പോൾ ഈ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് കാണിച്ചിട്ടുള്ള ഒരു മനസ്സുണ്ട്. ഒരു ദിവസം ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്, ഒന്നും ആയിട്ടില്ല. സ്റ്റിൽ ഇവർ ഇതിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എടാ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് പറയുമ്പോൾ, നീ ഒരു വലിയ സിനിമ നടനായി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച്, അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ നമുക്ക് അവിടുത്തെ പൂരത്തിന് നമുക്ക് പോകണം. ആ പൂരത്തിന് പോയിട്ട് നിന്റെ അപ്പുറം ഇപ്പുറം ഞങ്ങൾ നടന്നിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്നവരോടൊക്കെ എന്നൊക്കെ പറയണം. ഇതൊക്കെയാണ് ആഗ്രഹം എന്ന് അവൻ പറയുമ്പോൾ ഞാൻ സിനിമ ആഗ്രഹിച്ചിട്ട് മാത്രമല്ല, സിനിമയിൽ ഒന്നും ആയിട്ടില്ല. പക്ഷെ അത് പറയുമ്പോൾ അവൻ്റെയും കണ്ണ് നിറഞ്ഞിരുന്നു, കേട്ടിരുന്ന എൻ്റെയും ആ ഒരു ഇമോഷണലി ഞങ്ങൾ ഭയങ്കര, എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു ഹൈ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. അതെനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. ഒരു പോർട്ട്ഫോളിയോ എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ആദ്യത്തെ പോർട്ട്ഫോളിയോ എടുക്കാൻ. അപ്പോൾ അന്നെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനേക്കാളും ഇപ്പോഴത്തെ ഒരു 15 വയസ്സുകാരനേക്കാളും വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ 15 വയസ്സായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു 18 വയസ്സുകാരനേക്കാളും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു ഞാൻ 18 വയസ്സായിരുന്നപ്പോൾ. എനിക്കൊരു പോർട്ട്ഫോളിയോ എടുക്കാനായിട്ട് പൈസ എന്ന് പറയുമ്പോൾ 1000 രൂപ എന്നൊക്കെ പറയുന്നത് അന്ന് വലിയ എമൗണ്ടാണ്. വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോക്കറ്റ് മണി കൂട്ടി വെച്ച് 5 രൂപ കൂട്ടി വെച്ച് 1000 ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇങ്ങനെ പോർട്ട്ഫോളിയോ ഫോട്ടോസ് എടുക്കണം എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, എടാ എൻ്റെ ഒരു 1000 രൂപ ഉണ്ടാവും, അവൻ്റെ ആകെയുള്ള സമ്പാദ്യമാണ്, ഞാൻ തരട്ടെ എന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട്, അപ്പോൾ ഞാൻ പറഞ്ഞ അവൻ്റെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നീട് എനിക്ക് അതല്ലാതെ തന്നെ എനിക്ക് പൈസ കിട്ടുന്നുണ്ടായിരുന്നു, ഞാൻ അത് ഫോട്ടോയിൽ എടുക്കുകയും ചെയ്തു. പക്ഷെ അത് ചോദിക്കാനുള്ള, തരട്ടെ എന്ന് ചോദിക്കാനുള്ള മനസ്സ്, അത് അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് തീർച്ചയായിട്ടും അവരെ കൊണ്ട് എനിക്ക് സിനിമയിൽ അവസരം വാങ്ങിച്ചു തരാനൊന്നും പറ്റില്ല, പക്ഷേ കൂടെ നിന്നു. അത് വലിയ കാര്യമാണ്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രം പണക്കാരായിട്ടുള്ള സുഹൃത്തുക്കളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, സിനിമ എടുക്കാൻ അറിയാവുന്ന സുഹൃത്തുക്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു മോറൽ സപ്പോർട്ട് തരിക എന്നുള്ളതായിരുന്നു ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നു. അതാണ് കാര്യം. നമ്മളുമായിട്ട് അടുപ്പമുള്ളവരും അടുപ്പമില്ലാത്തവരായിട്ടുള്ള പലരും നമ്മൾക്കൊരു നല്ല കാലമല്ലെങ്കിൽ അയ്യോ പാവം പയ്യന്ന പിന്നാകെ ജീവിതം നശിച്ചുപോയല്ലോ എന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്നെ പറ്റി അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പറയാൻ സാധ്യതയുള്ളൊരു വളരെ ടെൻഡൻസി കൂടുതലുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ജോലി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ തല്ലി പിടിച്ച് ബിടെക്കിനൊക്കെ പലരും പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷെ പലരും പറഞ്ഞത് തേർഡ് പേഴ്സൺ ത്രൂ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാം, അയ്യോ നല്ലൊരു ജോലിയുള്ള പയ്യനായിരുന്നു, വെറുതെ റിസൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെ. അതായത് എന്റെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത വിഷമം പലർക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മുടെ ഒരു നാട്ടിലൊരു സീൻ അനുസരിച്ച് ആക്ച്വലി അതിനൊരു കൂടുതലാണ്. പക്ഷേ ലൈക്ക് നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫാമിലി ഉണ്ടെങ്കിൽ കുത്തുവാക്കുകളൊക്കെ ഇഷ്ടം പോലെ കേൾക്കേണ്ടി വരും. എല്ലാവരും നമ്മളോട് മറ്റേ സഹതാപം കാണിക്കും. ഭയങ്കര മണ്ടത്തരമായി പോയി ജോലി റിസൈൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട്. പിന്നീട് ഇവരിൽ പലരും പിന്നീട് അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അവർ വിചാരിച്ചത് തെറ്റായിരുന്നു, നീ വിചാരിച്ചായിരുന്നു ശരി എന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ. അത് വലിയ മനസ്സാണ് അത് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ രാത്രിയാകുമ്പോൾ ഈ തലയണയും കടിച്ചു പിടിച്ച് കരയുക എന്നല്ലാതെ ഇതിനോട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. അതൊക്കെ ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സും ഫാമിലിയൊക്കെ തന്നെയാണ്. ഇപ്പം അങ്ങനെ വിജയിച്ചു, നല്ല നല്ല സിനിമകൾ ചെയ്തു തുടങ്ങി. ഇപ്പോൾ 2016 ഗപ്പിയിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഗപ്പിയിലേക്ക് എത്തിപ്പെട്ടതിനെ പറ്റി എന്ന് പറയാമോ? ഗപ്പിയിലേക്ക് എത്തിപ്പെടുന്നത് ജോൺ ഇതിനു മുമ്പ് ചെയ്യാനിരുന്ന ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം യൂട്യൂബ് ബ്ലൂട്ടസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്നെ ജോൺ വിളിച്ചിരുന്നു, ഞങ്ങൾ സംസാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ജോണും ഞാനും തമ്മിൽ പരിചയമുണ്ട്. അന്ന് രൂപേഷ് പീതാംബരൻ അദ്ദേഹം വഴിയാണ് ഞാൻ ജോണിനെ പരിചയപ്പെടുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് രൂപേഷ് ഏട്ടൻ തന്നെയാണ് വിളിച്ച് പറഞ്ഞു, എടാ ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ട്, ജോണിന് നിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു എന്തായാലും കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സായിട്ടും ഞാൻ ഓൾറെഡി ഗോദ എന്ന് പറയുന്ന സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേ പ്രൊഡ്യൂസേഴ്സിൻ്റെ തന്നെ വേറൊരു സിനിമയാണ് ജോൺ. അങ്ങനെ ജോണും ഞാൻ നമ്മൾ നേരിട്ട് കാണുന്നത് എൻ്റെ ഭാര്യയെ പ്രസവിച്ച് എനിക്ക് മോളുണ്ടായിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോഴാണ് വിളിക്കുന്നത് ജോൺ. പ്രസവിക്കുന്ന അന്നാണ് ജോൺ രൂപേഷ് ഏട്ടൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാനൊരു കഥ പറയാൻ വരട്ടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ആ കഥ പറയാൻ വന്നു, എനിക്ക് ഇന്നൊരു മോളുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഞാൻ വന്നു. അപ്പോൾ ജോൺ ഒരു 9 മണിയായി എത്തിയപ്പോൾ, രാത്രി 9 മണി. അങ്ങനെ ഞങ്ങൾ വന്നിരുന്ന് കഥ പറഞ്ഞ് ഞങ്ങളൊരു പുലർച്ചെ 3 മണി വരെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ഒരുപാട് ഞാൻ ഈ ക്യാരക്ടറിന് എങ്ങനെയാണ് ഞാൻ കാണുന്നതെന്നും ജോൺ എങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളതെന്നും എല്ലാം പറഞ്ഞ് ഞങ്ങൾ ഒരു ലുക്ക് വരെ ഡിസൈഡ് ചെയ്തതിന് ശേഷം ഒരു 3 മണി പുലർച്ചെ 3 മണിക്കേക്കാണ് ജോൺ പോകുന്നത്. അങ്ങനെയാണ് ഗപ്പിയിലേക്ക് സത്യം പറഞ്ഞാൽ എത്തുന്നത്.